സംസ്ഥാനത്തെ HIV ബാധിതരുടെ എണ്ണം വർഷം തോറും കുറഞ്ഞു വരുന്നതായാണ് പുതിയ കണക്കുകൾ. 2006-ൽ 3972 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അന്ന് 1.5 ലക്ഷം പേരിലാണ് പരിശോധന നടത്തിയത്. 20 വർഷത്തിനിടയിലെ ഉയർന്ന കണക്കാണ് ഇത്. 2012 മുതൽ 2000-ൽ താഴെ പോസിറ്റീവ് കേസുകൾ മാത്രമാണ് പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിമാസം ശരാശരി 100 പേർ HIV പോസിറ്റീവ് ആകുന്നു. ഇതിൽ കൂടുതലും അതിഥി തൊഴിലാളികളാണെന്ന് KSCS പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആർ ശ്രീലത വ്യക്തമാക്കി. ലഹരി ഉപയോഗമാണ് HIV വ്യാപിക്കാൻ ഇടയാക്കുന്നത്. നിരന്തര ബോധവൽക്കരണം കാരണം പ്രതിരോധ മാർഗങ്ങൾ സ്ഥിരീകരിച്ചു തുടങ്ങിയതോടെ ലൈംഗിക തൊഴിലാളികളിലെ HIV ബാധിതരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. സിറിഞ്ച് പങ്കിട്ടതിനെ തുടർന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യാപക പരിശോധനയിൽ HIV പോസിറ്റീവ് ആയവരുമായി ബന്ധമുള്ള 2 പേർ കൂടി ഇന്നലെ HIV പരിശോധനയ്ക്ക് എത്തി. 2 പേരുടെയും പരിശോധന ഫലം നെഗറ്റീവാണ്. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ 70 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. നിലവിൽ പോസിറ്റീവ് എന്ന് കണ്ടെത്തിയ 10 പേർക്കും ലഹരി ഉപയോഗത്തിലൂടെ മാത്രമാണ് എയ്ഡ്സ് പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. പോസിറ്റീവായ 10 പേരിൽ 2 പേർ വിവാഹിതരാണ്. ഇവരുടെ പങ്കാളികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ലൈംഗിക ബന്ധം, ഒരേ സൂചി ഒന്നിലധികം പേർ ഉപയോഗിക്കുന്നത്, രക്തദാനം, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നീ 4 മാർഗങ്ങളിലൂടെയല്ലാതെ രോഗബാധിതരുമായി അടുത്തിടപഴകുന്നതിലൂടെ HIV പകരില്ല.